ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭാരതം തുറന്നുകാട്ടിയത് വലിയൊരു സന്ദേശം. ഘർ മേ കുസ്കെ മാറെങ്കി മോദി ഗുജറാത്തിലെ ഒരു പരിപാടിയിൽ 2019 വ്യക്തമാക്കിയ ഒരു സന്ദേശം നടപ്പിലാക്കിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോയിരുന്ന ഒരു രീതിയാണ് ഇന്ത്യ ഇതുവരെ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ആ രീതി ഇന്ത്യ പൊളിച്ചെടുക്കി ഇപ്പോൾ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. വിഷപ്പാമ്പിനെ വെറുതെ വിടുകയല്ല, തല്ലിക്കൊല്ലണം എന്ന നയം ഇന്ത്യ നടപ്പിലാക്കുമെന്ന് ശത്രുക്കൾക്ക് ഇതോടെ വ്യക്തമായി. നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ ഒന്നും ഭീകരവാദികളെ നേരിടുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കില്ല എന്ന് ഇത്തവണ ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. നിയന്ത്രണ രേഖയിൽ മാത്രമല്ല, പാകിസ്ഥാനിലേക്ക് ഏകദേശം 100 കിലോമീറ്ററോളം ഉള്ളിൽ വരെ ഇന്ത്യ ആക്രമിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനും അവർ ചരട് വലിക്കുന്ന ഭീകരവാദികൾക്ക് മുന്നിൽ ഒരു ലക്ഷ്മണ രേഖ ഇന്ത്യ ഇതോടെ വരച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരരുത്, അതിർത്തി കടന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയുള്ള ഏത് ഭീകരവാദ പ്രവർത്തനവും ഉണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്ന ഇന്ത്യയുടെ പ്രഖ്യാപനവും ഇതിന്റെ ഭാഗമായി വന്നതാണ്. ഇന്ത്യയെ ആക്രമിച്ച് പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന പല ഭീകരവാദികളും ഉണ്ട്. എന്നാൽ ഇനി അത് നടപ്പിലാകില്ല. പാകിസ്ഥാനിൽ എവിടെ ഒളിച്ചിരുന്നാലും അവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചിരിക്കും എന്ന സന്ദേശം കൂടി ഇന്ത്യ ലോകത്തിനും പാകിസ്ഥാനും മുന്നിൽ കാണിച്ചു കൊടുത്തു. മറ്റൊന്ന്, രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത സൈനിക നടപടിയുടെ ഒരു വിശദീകരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന്റെ വിശദാംശങ്ങൾ വിവരിച്ച് ഇന്ത്യയുടെ കര, വ്യോമ, നാവികസേന ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനം. ഇത് തന്നെ ഒരു ചരിത്രമാണ്. ഇത്രയും വ്യക്തതയോടെ രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു രാജ്യവും ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. നടന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾ അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി രാജ്യം നടത്തിയ പത്രസമ്മേളനവും വളരെയധികം ശ്രദ്ധ ആകർഷിച്ചു. ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോരുന്ന രീതിക്ക് പകരം ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിലേക്ക് ഇന്ത്യ നയം മാറ്റി. അങ്ങനെയാണ് നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. എന്നാൽ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ അതുമാത്രം പോരാ എന്ന് ഇന്ത്യ മനസ്സിലാക്കുകയായിരുന്നു. ഭീകരവാദികൾക്ക് പിണിയാളുകളായി നിൽക്കുന്നവർക്ക് പകരം അവരെത്തിയത് എവിടെ നിന്നാണോ അവരുടെ ഉറവിടം കണ്ടെത്തി ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. അങ്ങനെയാണ് ബലാക്കോട്ട് ഉൾപ്പെടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിനുള്ളിൽ കടന്ന് ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നയം വ്യക്തമാക്കി. ഭീകരവാദികളെ അവരുടെ വീട്ടിൽ കയറി കൊല്ലും എന്നതാണ് ഇനിയുള്ള നയമെന്ന് മോദി ഗുജറാത്തിലെ ഒരു പരിപാടിയിൽ 2019 വ്യക്തമാക്കിയത്. പിന്നാലെ ഭീകരവാദികളെ കാശ്മീരിൽ ഉന്മൂലനം ചെയ്യുന്നത് തുടർന്നു. ഇതോടെ കാശ്മീർ സമാധാനം എന്താണ് എന്നറിയുകയായിരുന്നു. എന്നാൽ പഹൽഗാം ഭീകര ആക്രമണത്തോടെ ഭീകരവാദികൾക്ക് ഇത്രയും പറഞ്ഞു കൊടുത്താൽ പോരാ, മറുപടി കുറച്ചുകൂടി കഠിനമാക്കണം എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാക്കണം എന്ന് ഇന്ത്യ തീരുമാനിച്ചു. അങ്ങനെയാണ് വിഷപ്പാമ്പിനെ അതിന്റെ വാലിലടിച്ച് വെറുതെ വിട്ടാൽ പോരാ, തലയിൽ തന്നെ അടിച്ചു കൊല്ലണം എന്ന് ഇന്ത്യ തീരുമാനമെടുക്കുന്നത്. ഇതോടെ ഇന്ത്യയിൽ പലപ്പോഴായി ആക്രമണം നടത്തുന്ന ഭീകരവാദികളുടെ ആസ്ഥാനങ്ങൾ തകർക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നു. അങ്ങനെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ ഭീകരവാദികളുടെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളും അവയുടെ പ്രധാനപ്പെട്ട കൊടും ഭീകരന്മാരും എവിടെയൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെയെല്ലാം ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടു. പഹൽഗാമിലെ 26 പേരുടെ മരണത്തിന് ആശയവും പ്രചോദനവുമായി നിന്ന ഭീകരവാദികളുടെ കേന്ദ്രങ്ങളും നേതാക്കളുമാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇല്ലാതായത്. പാകിസ്ഥാനിൽ 4 പാക് അധീന കാശ്മീരിൽ 5 ഇന്ത്യ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ആക്രമണം നടത്തുന്നവരെയല്ല വേണ്ടത്, അവർക്ക് നിർദ്ദേശം നൽകുന്ന ബുദ്ധി കേന്ദ്രങ്ങളെയാണ് ഇതോടെ ഇന്ത്യ തകർത്തത്. ഇന്ത്യയെ ആക്രമിക്കുന്ന ഭീകരവാദികൾക്ക് പാകിസ്ഥാനിൽ ഒരിടവും സുരക്ഷിതമായിരിക്കില്ല എന്ന സന്ദേശം വ്യക്തമായി ബോധ്യപ്പെടുത്തി എന്നാണ് സേനാവൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകളുടെ സിന്ദൂരത്തിന് കണക്ക് ചോദിച്ചതിനോടൊപ്പം ഇനി ഇന്ത്യ അടങ്ങിയിരിക്കുകയില്ല എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. നമുക്ക് അഭിമാനിക്കാം ഭാരതത്തെക്കുറിച്ചോർത്ത്, ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചോർത്ത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.